ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? ഐഡിയ സ്റ്റാർ സിംഗർ മുതൽ ഇതുവരെയുള്ള പാട്ടുകളെല്ലാം പാടിക്കാൻ പോവാ. എല്ലാം കംപ്ലീറ്റ് മൊത്തത്തിൽ തീർത്തിട്ടേ പോകാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. ഇപ്പോൾ മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും, അത് ബിജുപാലിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലൊന്നാണ്. അതിൽ ഈ പൂങ്കാറ്റി വഴിയെ വരാതെ എന്നുള്ള നജീമിന്റെ ശബ്ദം കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. സൗമ്യയാണത് പാടിയിരിക്കുന്നത്. രസമായിട്ടാണ് നിങ്ങളുടെ കോംബോ വർക്ക് ചെയ്തിരിക്കുന്നത്. അധികം വർത്താനമില്ല, ആ പാട്ടിൽ തുടങ്ങാം. സ്റ്റാർ സിംഗറിൽ 50 പാട്ട് പാടി. അതിനുശേഷം പിന്നെ എന്റെ ഓർമ്മ തന്നെ നശിച്ചുപോയി. നല്ല അറിയാവുന്ന പാട്ടാണെങ്കിലും തെറ്റിക്കും, ചിലപ്പം പേടി എന്തെങ്കിലും ബ്ലൈൻഡ് ആവും പെട്ടെന്ന്. ചില വരി ഇപ്പൊ തെറ്റുവാണെങ്കിൽ അറിയാവുന്നവർക്ക് മനസ്സിലാവും. പക്ഷെ ഇക്കയുടെ മുഖത്ത് ആ കള്ളത്തരം, എന്ത് ടൈപ്പ് ഓഫ് കള്ളത്തരം ചെയ്താലും അപ്പൊ തന്നെ പിടിക്കും. ഇതൊരു പ്രശ്നമാണ്. ഇത് പാട്ടിന്റെ കാര്യത്തിൽ മാത്രമല്ല, അത് ഭയങ്കര ഇൻവെസ്റ്റിഗേഷൻ, ഒബ്സർവേഷൻ ഭയങ്കരമാണ്. ഞാൻ പറഞ്ഞു ഇവർക്ക് ഡെന്റൽ ഡോക്ടറാണ്, ഡെന്റിസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞു നിനക്ക് പറ്റിയ പ്രൊഫഷൻ ഇതല്ല, ഇത് ക്രൈം, മറ്റേ ഇൻവെസ്റ്റിഗേഷൻ, CID. മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും, മൊഴിയിലും മധുരമായി മൗനം കഥ പറയും, പൂങ്കാറ്റ് വഴിയെ വരാതെ കാറ്റിൻ കുളിരറിയും, ഏതോ സുഖമീ നെഞ്ചിൽ നിറയും, മഴനില കുളിരുമായി. ഓരോ സെക്കൻഡിലും മ്യൂസിക്കും എനിക്ക് കാണാതെ അറിയാം. കാരണം അത്രയും പ്രാവശ്യം ഞാനിത് കേട്ടിട്ടുണ്ട്. ശരിക്കും ബിജുപാലിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്താണ്. സന്തോഷ് വർമ്മയ്ക്കൊപ്പം നല്ല വരികളും കൂടെ ചേരുമ്പോഴാണല്ലോ പാട്ട് മനോഹരമാകുന്നത്. ഈ പ്രണയഗാനങ്ങളൊക്കെ കേട്ടിട്ട് എങ്ങനെ വീട്ടിൽ മര്യാദയ്ക്കിരിക്കും? ഒരുപാട് ആരാധകർ വരില്ലേ? എന്ത് ചെയ്യും? വീട്ടില് പാട്ട് പാടുന്നത് എപ്പോഴും ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കും. ഇക്ക വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ മൂളിക്കൊണ്ട് വല്ല. വീട്ടിൽ പാടുന്ന കുഴപ്പമില്ല, പുറത്ത് ഞങ്ങളൊക്കെ കേൾക്കും. ഞങ്ങൾ മാത്രമല്ല കേൾക്കുന്നത്, ഒരുപാട് പേരുണ്ട്. അതെങ്ങനെ മാനേജ് ചെയ്യുമ്പോഴാണ് പ്രശ്നം. കുഴപ്പമില്ല, സത്യമാണോ? ആ കാര്യത്തില് പ്രശ്നങ്ങളൊന്നുമില്ല. അതിലിപ്പോ എന്താ, എല്ലാവർക്കും എനിക്ക് ഇഷ്ടമല്ലേ പാട്ട്, അതേ കൂട്ടനല്ലേ എല്ലാ ആൾക്കാരും. പാട്ട് മാത്രമല്ല, ഈ പാട്ട് കേട്ട് കേട്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള വോയിസ് ആണ്. അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യും. ഒരു കുഴപ്പമില്ല. അപ്പൊ റൊമാൻസും കുഴപ്പമില്ല. എനിക്കല്ല, 2 വന്നാലല്ലേ ഉള്ളൂ പ്രശ്നം. ഓ, ഇവിടെ ഞാൻ കീ ഇങ്ങനെ ഇല്ല, വിശ്വാസമാണ്. പക്ഷെ ഈ മനുഷ്യന് റൊമാൻറ്റിക് ആയിട്ടുള്ള വോയിസ് കേട്ടാൽ എങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ ഇരിക്കും? അതാണ് എന്റെ പ്രശ്നം. എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ ഈ മനുഷ്യനോട് അത്രയും സ്നേഹം, കുറച്ചൊരു പൊടിക്ക് കൂടുതൽ. ആരാധകരെയൊക്കെ എങ്ങനെയായിരിക്കും ഈ മനുഷ്യൻ മാനേജ് ചെയ്യുന്നത്? പക്ഷെ ഇക്ക് ഇങ്ങനെ വിളിക്കാറുണ്ട്, ചില മീൻസ് പെൺകുട്ടികളൊക്കെ ആണെങ്കിലും മെസ്സേജ് ഒക്കെ ചെയ്യും. പക്ഷെ ഇക്ക റിപ്ലൈ ഒക്കെ ചെയ്യും, നല്ല രീതിക്കാണ്, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. പിന്നെ ഉമ്മയുടെ ഫോണിൽ വിളിക്കും, ഉമ്മച്ചിയുടെ ഫോണിൽ വിളിച്ചിട്ട് കൊറേ പേര് പറയാറുണ്ട്. ഇതൊരു ഭംഗി വാക്കല്ലേ സത്യത്തില്? ഭംഗി വാക്കല്ലേ? അല്ലേ? അല്ല, സത്യമാണ്, ശരിക്കും സത്യം. എന്താ ചില ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ? അല്ല, ഈ മനുഷ്യനിൽ എന്തെങ്കിലും കള്ളത്തരം ഇല്ലേ? ഇക്കയിൽ കള്ളത്തരോ? ഇക്കയിൽ കള്ളത്തരം കള്ളത്തരമൊന്നുമില്ല. എന്നില് പിന്നെ ഉണ്ട് കള്ളത്തരം ഞാൻ പറയും. ഇക്കയിൽ എനിക്ക് അങ്ങനെ കള്ളത്തരം ഒന്നും ഇല്ല. പതിവായി ഞാൻ വാച്ച് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ഇല്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ അല്ല, എല്ലാത്തിലും കാണുമല്ലോ കുഞ്ഞു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ തീരെ ചിലതൊക്കെ വിട്ടു തന്നിട്ടുണ്ട്. തിരിച്ചതേപോലെ ചിലതൊക്കെ വിട്ടു കൊടുക്കണം. എന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലാണ് കുറെ മിസ്റ്റേക്കുകളും ഉള്ളത്. ഇക്ക എന്നെ വെച്ച് നോക്കുമ്പോ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഉറങ്ങുമ്പോ ഫോൺ എടുത്ത് നോക്കുക, അങ്ങനെയൊക്കെയുള്ള അങ്ങനത്തെ ഒന്നുമില്ലേ? ഒന്നും ചെയ്യില്ല. അല്ലാതെ തന്നെ നമുക്കറിയാം ഇക്കയുടെ പ്രൈവസി. ഇക്ക നേരത്തെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞോണ്ടാണോ? നമ്മുടെ കാര്യത്തിലല്ല. ഇപ്പം പുറത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വിഷു വരത്തില്ലേ, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരുടെയെങ്കിലും കാര്യം, അപ്പൊ ഞാനത് ഫുള്ള് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും. ഒരു കാര്യം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ A to Z ഞാൻ ചിന്തിച്ചു. അപ്പൊ ഇക്കടുത്ത് തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നത്, വേറെ ആരുടെ നമ്മളത് ഷെയർ ശരിയല്ലല്ലോ. അത് വെച്ചിട്ട് ഇക്ക പറയുന്നത് ആക്സിഡന്റലി കോളൊക്കെ
ചില സമയത്ത് ഡൈവേർട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് പോകുന്ന സമയത്തൊക്കെ വിളിക്കുന്ന സമയത്ത് ഇവിടെ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഈ വിളിക്കുന്നവരൊക്കെ എവളുമായിട്ട് സംസാരിക്കുമ്പോ പിന്നെ മറ്റേ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പോലെ ആ ഒരു മോഡാവും. അതെ, നല്ല കുട്ടി ഒന്നും പറയുന്നില്ല, വളരെ രസമായിട്ട് ആദിത്യ മര്യാദയോടുകൂടി തന്നെ സംസാരിക്കുന്നു. അപ്പൊ പിന്നെ അവർക്കൊന്നും തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ആരിപ്പം വിളിക്കാത്തൊരവസ്ഥയിലോട്ട്. അതെ അതെ, നജീബ് എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ, അതെന്ന് വെച്ചാൽ നജീബിനെ ശരിക്കും ആദ്യം അടയാളപ്പെടുത്തുന്ന പാട്ടുകളിലൊന്നാണ്. അതൊന്ന് പാടാം. എൻ്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ, എൻ്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ, എൻ്റെ യമുനതൻ തീരങ്ങളിൽ, എൻ്റെ യമൂനതൻ തീരങ്ങളിൽ അറിയാതെ കേഴുന്ന വേഴാമ്പലെ എൻ്റെ പ്രണയത്തിൻ, എൻ്റെ പ്രണയത്തിൻ, എൻ്റെ പ്രണയത്തിൻ, എൻ്റെ പ്രണയത്തിൻ. ഏതൊരു ക്യാമ്പസിൽ നിൽക്കുന്ന ഒരു ഫീലില്ലേ? അടിപൊളിയാ. റോബിൻ തിരുമലയാണ് എഴുതിയതും സംഗീതം ചെയ്തതും. ഇതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എല്ലാ പാട്ടുകളും ഇതേപോലുള്ള പാട്ടുകളാണ്. ഹിറ്റാവുന്ന എല്ലാ പാട്ടിനകത്തും ഒരു റൊമാൻസ് ഉണ്ടാവും. അത് അടിപൊളിയല്ലേ? അപ്പൊ റൊമാൻസ് കുമാരനാണ്. മനസ്സിൽ മാത്രം, പുറത്ത് കാണിക്കാൻ പറ്റില്ല, ഭാര്യ തല്ലും. ശരിക്കും ഈ മനുഷ്യന്റെ പാട്ട് പുറത്തുള്ള നമ്മളൊക്കെ ആസ്വദിക്കുന്ന ഒരു തലമുണ്ട്. എനിക്ക് ഇഷ്ടമാണ് ഇക്കയുടെ പാട്ടുകള്. ഇക്കയുടെ ചില സാഡ് സോങ്സ് അങ്ങനത്തെ ഒക്കെ ഇല്ലേ, ചില സാഡ് സോങ്സ് അല്ലെങ്കിൽ എനിക്ക് ചില ഭാഗങ്ങൾ ഇപ്പം പാട്ടിന്റെ ആ ഒരു ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ. അല്ലെങ്കിൽ ഇക്കയുടെ പാട്ട് തന്നെ അല്ല, ഇപ്പൊ പോയിസൊല്ല കൂടാതെ കാതൽ, അതല്ലേ കാതൽ റോജ, അങ്ങനത്തെ ഒക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളില്ലേ. അത് കുഞ്ഞു പാട്ടിന്റെ ഫസ്റ്റ് മുതൽ അങ്ങനെയല്ല, ചില സാധനങ്ങൾ ഭയങ്കര ഫീൽ കൊടുത്തിട്ട് പാടുമ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് രാത്രിയൊക്കെ നമ്മൾ അതേ ഇക്കയുടെ പാട്ടുകള് ഭയങ്കര മെലഡി ഒക്കെ ആയിട്ടുള്ള അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. സത്യത്തിൽ ഈ കല്യാണം കഴിക്കുന്നത് ഇത്തരത്തിലൊരു പാട്ടുകാരനോട് ഇഷ്ടം തോന്നിയിട്ടൊന്നും അല്ലല്ലോ, അറേഞ്ച്ഡ് അല്ലേ? അറേഞ്ച്ഡ് മാരേജ്. അന്ന് വന്നിട്ട് പാട്ടൊക്കെ പാടിയല്ലേ? പാട്ട് നോർമലി ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ആലോചന പ്രപ്പോസൽ വരുന്നത്. 3rd ഇയറിൽ പഠിക്കുന്ന ടൈമില്. അപ്പൊ ജസ്റ്റ് വന്നൊക്കെ കണ്ട സമയത്ത് ഇക്കയുടെ പാട്ടുകളൊന്നും അറിഞ്ഞൂടായിരുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലല്ല വളർന്നത്. അല്ല, ഇക്കയുടെ പാട്ട് അറിയത്തില്ലെന്ന് വെച്ചാൽ പ്രൊഫൈൽ അറിയാം, പക്ഷെ സിനിമ അങ്ങനെ ഫോളോ ഐഡിയ സ്റ്റാർ സിംഗർ ഉറപ്പായിട്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ട്, പാട്ടും കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേല് ഇക്കയാണ് തൊട്ടു പാടിയത്, അതൊന്നും അറിഞ്ഞു. പക്ഷെ തൊട്ടു എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ 1st ഇയറോ 2nd ഇയറോ എന്തോ ഈ ഫോണിലൊക്കെ നമ്മൾ കുറേ നേരം റിപ്പീറ്റ് ചെയ്തു. പക്ഷെ അത് ആരാ പാടിയെന്നൊന്നും നമ്മളന്ന് നോക്കത്തില്ലല്ലോ ചെയ്ത്. എനിക്ക് പറയുന്ന സമയത്താണ് എനിക്കറിയാവുന്നത് ആ പാട്ട് പാടിയത്. അതിപ്പോഴും പലയിടത്തും പലർക്കും എന്നെ കണ്ടിട്ടാണ്, പാട്ട് കേട്ടിട്ടാണ് ഇത് ഈ പാട്ട് പാടിയതാണെന്നുള്ള ഇത് ചോദിക്കും എൻ്റെ അടുത്ത്. പലർക്കും അറിയില്ല, പലർക്കും പാട്ട് കേട്ടങ്ങ് പോകാന്നുള്ളതുകൊണ്ട് അത് പാട്ടൊക്കെ എപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റിൽ ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ അതാരാണെന്നുള്ളത് അത് പിന്നെ ചിലത് ഞാൻ പറയുമ്പോഴായിരിക്കും അറിയണത്. പിന്നെ അന്ന് ആ ഒരു ടൈമിലാണ് ഈ സ്മാർട്ട് ഫോൺസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആ ഒരു ടൈം, 2011. അപ്പൊ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് ഭയങ്കര പാവമായിട്ടാണല്ലോ സംസാരിക്കുന്നത്. അല്ലല്ല, ഞാൻ പാവൊന്നുമല്ല, ശരിക്കും പാവൊന്നുമല്ല. ഇങ്ങനെ സംസാരം എന്തോ സാധിച്ചെടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയ്യോ പാവാണ്, അങ്ങനൊന്നുമില്ല. പാവൊന്നും അല്ല, വേണ്ടി വന്ന ഒരു പല്ല് പറിക്കും. ജോലി രണ്ട് പല്ലില്ല, തീരെ പാവാണ്. ഇങ്ങനെ ഞാൻ വീണ്ടും 2 അതായത് ഇങ്ങനെയാണെങ്കിലും വേറൊരു എക്സ്ട്രീം ലെവലുണ്ട്, ഒരു വേറെ മുഖം ഇരിക്കും. അങ്ങനെ ദേഷ്യത്തിന്റെ മുഖമല്ല,
കുറച്ചുകൂടെ ഒരു അടിച്ചുപൊളി സെറ്റപ്പാണ് സംസാരിക്കുന്നതൊക്കെ സംസാരമൊക്കെ. ഇല്ല പിന്നെ ഞാൻ ഈ ഇന്റർവ്യൂസിലൊക്കെ ആണെങ്കിൽ പോലും ആദ്യത്തെയൊക്കെ ഇന്റർവ്യൂ ഇക്കയുടെ കൂടെ ഉള്ള എടുത്ത് നോക്കിയാൽ അറിയാം എന്ത് സംസാരിക്കും, ചിലപ്പം എന്തെങ്കിലും അബദ്ധമൊക്കെ വരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് എന്താ പ്രശ്നം അറിയാമോ? മലയാളം സംസാരിക്കാൻ ഭയങ്കര അല്ല മലയാളം മലയാളം അറിയാം, പക്ഷെ പലതും പറയണത് ചില പറയുമ്പോ തന്നെ പേടി. കാരണം ഇംഗ്ലീഷ് വലിയ കുഴപ്പമില്ലാതൊക്കെ സംസാരിക്കാൻ അങ്ങനെ അല്ല മലയാളം വെച്ചാ ഞാൻ പറയും ചിലപ്പം അസ്ഥാനം തീറിയിട്ട് ഇപ്പൊ ബേക്കറി കയറി പദാർത്ഥം കഴിക്കുന്നു അങ്ങനെയല്ല, കുറച്ചും കൂടി നന്നായിട്ട് പറയാം അങ്ങനെയല്ല. കുറച്ചുകൂടെ മാന്യമായി പറയാൻ ശ്രമിക്കുന്നത്. അല്ല മലയാളം എനിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ സംസാരിക്കുന്നില്ല മലയാളം അറിയാം, പക്ഷെ ചില വാക്കുകൾ പ്രയോഗിക്കണോ വേണ്ടോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ അറിയാൻ. അത് വളരെ അപരിഷ്കൃതമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അത് പറയണത് കറക്റ്റ് ആവൂല, പക്ഷെ എനിക്ക് മനസ്സിലാവും അതാണ് ഉദ്ദേശിച്ചെന്നുള്ളത്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ചിലപ്പോ കിട്ടും കേട്ടോ, ഭയങ്കരമായിട്ട് കിട്ടും. നേരത്തെ എന്താ പറഞ്ഞല്ലോ വന്നപ്പോ പറഞ്ഞത് ഇതാണ് അബോധാവസ്ഥ. അത് കോൺഷ്യസ് അത് വീണ്ടും നമ്മൾ അതെ, അത് ശരിക്കും സത്യതാണ്. അൺകോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയാണ്. അത് ശരി ശരി, പക്ഷെ അത് അബോധാവസ്ഥയല്ല. ഇനി ശരിക്കുള്ള വാക്ക് കണ്ടുപിടിക്കാൻ പോകേണ്ടി വരും. വിദ്യാസാഗർ സാർ പാട്ട് തൊട്ടു തൊട്ട് 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 നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ, പൊള്ളാത്ത ആശയപ്പേച്ച് പോതും നീ ആടിറക്കൂത്ത്, കള്ളാ നീ പേച്ചയമാത്ത് കാതൽ ബടുവാ, തൊട്ട് തൊട്ട് തൊട്ടു നോക്കാമോ ഒന്ന് തൊട്ടാവാടി നിന്നെ, വിട്ട് വിട്ട് വിട്ടു പോകാതെ എന്നും ചുറ്റിയിടാമോ നിന്നെ. ഇതും ഒരു സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അഭിരാമി അത് പാടുന്ന സമയത്ത് അഭിരാമിക്ക് 14 വയസ്സേ ആയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടി. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര രസമല്ലേ. ഞാനിപ്പോഴും കേൾക്കുന്ന സമയത്ത് ആലോചിക്കും ശരിക്കും 14 ഉണ്ടായിരുന്നുള്ളൂ. വോയിസ് നല്ല മെച്യൂരിറ്റി. അതെ, ഭയങ്കര രസമുള്ള വോയിസ് ആയിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ ആ പാട്ട് ഒരു സ്പെഷ്യലാണ്. കാരണം നമുക്ക് ഒരു മേജർ സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റാന്ന് പറഞ്ഞാൽ ആൽജോ സാറിന്റെ പടം പെട്ടെന്നാണ് സാറ് വിളിക്കുന്നതും. വിദ്യാസാഗർ സാറ് ചെന്നൈയിൽ പോയിട്ടാണ് ഈ പാട്ട് പാടുന്നത്. വോയിസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. കാരണം പുള്ളിക്ക് നമ്മളെന്നുള്ള എങ്ങനെയാണ് വേറെ പ്രൊഫൈലൊന്നും അറിയില്ല. പാട്ട് എന്നെ ഡയറക്റ്റ് സ്റ്റേജിൽ വെച്ചിട്ട് അദ്ദേഹം കേട്ടിട്ടുണ്ട് ഒരിക്കൽ. അപ്പൊ അങ്ങനെ ഒന്ന് ടെസ്റ്റ് അടിക്കാൻ വിളിച്ചതാണ്. ഞാനും ആ സിനിമ വരുന്നതിന് കുറച്ച് നാൾക്ക് മുമ്പാണ് അത് അറിഞ്ഞത് എന്റെ പാട്ടാണ് സിനിമയിൽ ഉള്ളെന്നുള്ളത്. അത് ഭയങ്കര സന്തോഷം തോന്നി. അതിനുശേഷം ഒരുപാട് നല്ല സിനിമകളെല്ലാം മ്യൂസിക് ഡയറക്ടേഴ്സും വിളിക്കുകയും നല്ല നല്ല ഭാഗങ്ങളാവുകയും ചെയ്തു. അതൊരു സ്റ്റാർട്ടിങ് ആയിരുന്നു. അതൊരു നമുക്ക് അതിനു മുമ്പേ പടങ്ങൾ പാടിയിട്ടുണ്ടെങ്കിലും ഒരു ആസ് എ പ്ലേബാക്ക് സിംഗർ എന്നുള്ള രീതിക്ക് ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ ആ പാട്ട് പെട്ടെന്നൊരു വെളിച്ചം. അതെ അതെ അതെ. ഈ സ്റ്റാർ സിംഗർ ശരിക്കും ആ കാലഘട്ടത്തിന്റെ അത്ഭുതമായിരുന്നു. ഇന്നിപ്പോ തുടർച്ചയായിട്ട് ആവർത്തിക്കപ്പെടുമ്പോൾ നമുക്ക് അതിനകത്തുള്ള അന്നത്തെ ഉള്ളൊരു ഗുമ്മില്ല. പ്രത്യേകിച്ചും ഒരു ഫ്ലാറ്റ് കിട്ടുന്ന നജീബ്, അതായിരുന്നു ഞങ്ങളുടെ മനസ്സിലെ നജീബ് എന്ന് പറയുന്നത്. പാട്ടുപാടി ഒരു ഫ്ലാറ്റ് നേടിയ ഒരു മനുഷ്യനാണ്. അന്നത് ആ സമ്മാനം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അതിനു മുമ്പേ ഒരു സൂപ്പർ സ്റ്റാർ ആണ്. സൂപ്പർ സ്റ്റാർ അതിന്റെ അകത്ത്. അപ്പൊ ഇത് പെട്ടെന്ന് ഇത്രയും വലിയ വീടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ അതൊരു മെയിൻ ഒരു ന്യൂസ് വാല്യൂ അതായിരുന്നു അതിന്റെ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പേര് ഇപ്പം മത്സരത്തിന് ഇപ്പം പങ്കെടുക്കാനാണെങ്കിൽ പോലും 1.5 ലക്ഷം ആൾക്കാർ അതിൽ ഈ ഓഡിഷന് വേണ്ടിയിട്ട് കൊടുത്ത. അതിൽ നിന്ന് പിന്നെ 20,000 പേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ച് ഏഷ്യാനെറ്റിൽ നിന്ന് വിളിച്ചു. പിന്നെയാണ് അതിൽ നിന്ന് ഒരു 101 പേരെ സെലക്ട് ചെയ്ത് ഓഡിഷൻ പോലെ ഷൂട്ട് ചെയ്ത് പിന്നെ അഗെയിൻ ഒരു 45 പേരെ സെലക്ട് ചെയ്തിട്ടാണ് പിന്നെ ഒരു വർഷം. പിന്നെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ മൊബൈൽ ഇന്നത്തെ കാലം പോലെ അല്ലല്ലോ. എല്ലാവരുടെയും പെട്ടെന്ന് ഒരു അവരുടെ സ്ട്രെസ്സിനിടയ്ക്ക് വൈകുന്നേരം TV കാണുകയും അങ്ങനെ ആ ഒരു പ്രോഗ്രാം പെട്ടെന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നതാണ്. പിന്നെ റൗണ്ടുകളാണെങ്കിൽ പോലും വ്യത്യസ്തമാർന്ന റൗണ്ടുകളും. ഇപ്പം ഞാൻ മര്യാദക്ക് ഭയങ്കര ഷൈ ഉള്ള ഒരാളാണ്. വെറുതെ നിന്ന് പാടത്തേ ഉള്ളൂ. മേ ബി ഞാൻ ഒരു നെക്സ്റ്റ് റൗണ്ട് അവരിത് കാണിക്കുമ്പോഴത്തേക്കും
ഞാൻ പഞ്ചാബി ആയിട്ട് വരുന്നു, ഫാമിലി റൗണ്ട്, ഓരോ പെർഫോമൻസ് ഇത് കാണാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ കാത്തിരുന്നു. അങ്ങനെയാണ് ആ പരിപാടി ഹിറ്റായത്. ആ ചെറുപ്പക്കാരനാണ് ഫ്ലാറ്റ് കിട്ടിയത്. ആ സമയത്ത് പാടുന്ന സമയത്തൊക്കെ ഈ ഫ്ലാറ്റ് എന്ന് പറയുന്ന മോഹം ഉണ്ടായിരുന്നു മനസ്സിൽ? ഫ്ലാറ്റ് മോഹം എന്ന് പറഞ്ഞാല് ഇപ്പം അങ്ങനെ, കാരണം എന്താണ് ഫ്ലാറ്റ് എന്നുള്ള കാര്യം എനിക്കറിയില്ല സമയം. കാരണം എന്റെ മനസ്സിൽ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ പോലെ അടുക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ ഫ്ലാറ്റ് നമുക്ക് കിട്ടും. ആ ഒരു പ്രായം ചെറുതല്ലേ, വീടിന്റെ ഒരു ഇത് നമുക്ക് പിന്നെ അത് ആയി വരണതേ ഉള്ളൂ. പിന്നെ എന്താണ് ആ ഒരു സമ്മാനം വലുതാണെന്ന് അറിയാം. അതുപോലെ ഇതിന് ഓരോ റൗണ്ടും പാടുന്നതിന് മുമ്പേ നമ്മളിപ്പം വീട്ടിൽ പാടുന്ന പോലെ അല്ലല്ലോ. ക്യാമറ ഓൺ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഒരു 50% വരുള്ളൂ. അതിൻ്റെ കൂടെ ടെൻഷൻ കൂടെ കയറി വന്നാൽ ഒട്ടും പാടാൻ പറ്റില്ല. അപ്പം എങ്ങനെയെങ്കിലും റൗണ്ട് നമുക്ക് നന്നായി പാടാൻ പറ്റണേ എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ഉമ്മയും വാപ്പയും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ മനസ്സിലാണ് ടെൻഷൻ. പിന്നെ അതുപോലെ നന്നായിട്ട് പാടാൻ പറ്റണേ എന്നുള്ളൊരു, അവരും പാടുമായിരുന്നു. വാപ്പയും പാട്ടുകാരാണ്. അപ്പൊ വാപ്പ നന്നായിട്ട് പാടും. വാപ്പ പക്ഷെ ക്ലാസിക്കലായിട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ ഉമ്മച്ചി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ടീച്ചറാണ്, മ്യൂസിക് ടീച്ചറാണ്. ഉമ്മയാണ് ആദ്യത്തെ ഗുരു. അപ്പൊ വീട്ടിൽ ഭയങ്കര പ്രോത്സാഹനം എന്നെ ഇതിലോട്ട് തന്നെ തിരിച്ചു വിടാനും. 2 സഹോദരങ്ങളുണ്ട് എനിക്ക് നേരെ മൂത്തത്. പക്ഷെ അവരൊക്കെ വേറൊരു പ്രൊഫഷനാണ്. എന്നെ ഇതിലോട്ട് 10ാം ക്ലാസ് കഴിഞ്ഞ് നീ പാടിക്കുമെന്ന് പറഞ്ഞു. നന്നായി. അതെ, അങ്ങോട്ട് തിരിച്ചു വിടും. അപ്പൊ വാപ്പയൊക്കെ പാടിക്കൊണ്ടിരുന്ന മിക്കവാറും ബാബുക്കയുടെ ഒക്കെ പാട്ടായിരിക്കും അല്ലേ? പണ്ടത്തെ പഴയ പാട്ടുകൾ, ഒരുപാട് പാട്ടുകൾ. ഏതെങ്കിലും ഓർമ്മയുണ്ടോ അപ്പൊ ഇങ്ങനെ ആസ്വദിച്ച് പാടുന്ന പാട്ട്? അപ്പൊ ഓ ദുനിയാ കേ രഖ്വാലേ സുൻ ദർദ് ഭരേ മേരെ നാലേ സുൻ ദർദ് ഭരേ മേരെ നാലേ. ഇത് അപ്പൊ പണ്ട് ലൈറ്റ് ഇന്റർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫസ്റ്റ്, അന്ന് സിനിമാ പാട്ടൊക്കെ പാടാം കോളേജില്. ഫസ്റ്റ് അടിച്ച പാട്ടുകളാണ്. അപ്പം ഇങ്ങനെ ഇരുന്ന് പാടും. ഒരു 5 വിളി ഉണ്ടല്ലോ ലാസ്റ്റത്തെ രഘുവാല എന്നൊക്കെ ഉള്ള, അതൊക്കെ വാപ്പ ഇരുന്ന് പാടും. എപ്പോഴും വീട്ടിൽ പാട്ട് തന്നെയാണ്. പിന്നെ ഓരോന്ന് ഈ ബാബുക്കാരൻ്റെ ഒരു പുഷ്പം, അതുപോലെ സുറുമ എഴുതിയ മെഴികളും. ഞാൻ ആദ്യം പാടുന്നത് ഇതാണ്, മാമലകൾക്കപ്പുറത്ത്. ഇങ്ങനെ വായിലിങ്ങനെ എന്നെ തോളത്തെടുത്ത് വെച്ച് വാപ്പ ഇങ്ങനെ ഉറക്കുന്ന സമയത്ത് ഈ പാട്ട് പാടാറുണ്ട്. ആദ്യം ചെറുതില് അങ്ങനെ പാടിയിട്ടുണ്ടെന്നാണ്. ബാബുക്കയുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടും? അതെയാ, ശരി. ഒരു പുഷ്പത്തിന്റെ ആരാധികയാണ് കണ്ടേ. ഞാനും, എനിക്ക് ഒരു പുഷ്പമാണ്. അതെ അതെ അതെ, ശരി. എന്നാ ശരി. മാനേജർ പറയുന്ന അനുസരിച്ച്. മാനേജർ പറഞ്ഞു ഒരു പുഷ്പം പാടാൻ. നിഷ്കളങ്ക മുഖമായിട്ടിരിക്കുന്ന ക്രൂരയായ മാനേജറാണല്ലേ. ഒരു പുഷ്പം പാടിയാ മതി എന്നാണ് പറഞ്ഞത്. ഒരു പുഷ്പം പാടിയാ മതി, അതത്രേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞത്. പാവം പേടിച്ചനുസരിക്കുന്നുണ്ടോ? പാവൊന്നുമല്ല അല്ലേ? പാവല്ല ചേട്ടാ, എനിക്ക് അല്ല നജീബ് പാവാണോന്ന് ചോദിച്ചത്. ഇക്ക പാവാണ്, പക്ഷെ ദേഷ്യമൊക്കെ പിടിക്കും. ദേഷ്യം അല്ലെ, പക്ഷെ അത് തെറ്റെന്റെ കയ്യിലാവുമ്പോഴല്ലേ, അല്ലാണ്ട് വെറുതെ ഇല്ല. നേരത്തെ പറഞ്ഞില്ലേ ഞാൻ വലിയ തെറ്റൊക്കെ ചെയ്യും, അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിലില്ലേ ചേട്ടാ കൊറേയൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളും തെറ്റുകളൊക്കെ. നമ്മളാരും അത്ര പെർഫെക്റ്റ് അല്ലല്ലോ. എന്താണെന്നറിയില്ല, വെറുതെ നിൽക്കുമ്പോ ഞാനൊരു ചവിട്ട് കൊടുക്കും. അല്ല, ചവിട്ടില്ല, എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ദേഷ്യം എങ്ങനെയെന്നറിയാമോ? ഈ ചവിട്ടും അടിയും ബഹളം അതൊന്നുമല്ല. ഞാൻ നടന്നു പോകുമ്പോ വാതിലിടിഞ്ഞ് വേണ്ടി ശബ്ദമൊക്കെ. ഓ, വാതിലില്ല, അങ്ങനല്ല. വാതിലടക്കും, പിന്നെ പാത്രം. എനിക്കുള്ള ദേഷ്യം എന്ന് വെച്ചാൽ മുഖത്തടിച്ചതാണല്ലേ. ഞാൻ ഇക്കയുടെ അടുത്ത് തീർക്കൂല, വേറെ ആർക്കും തീർക്കൂല. അത് ഒരു ചീത്ത സ്വഭാവമാണ്. ഡോറിലുണ്ട്. ചിലപ്പോ എന്റെ കയ്യില് പാത്രമാണെങ്കിൽ എടുത്ത് വലുതായിട്ട് എറിയും. അങ്ങനല്ല, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പാത്രം ടക്കെന്ന് പറഞ്ഞിട്ട് ഡോറാണെങ്കില് അടയ്ക്കും. ഇച്ചിരി ശക്തി കൂടി പോകും, അറിഞ്ഞോണ്ടല്ല. പക്ഷെ ഡോർ അടയ്ക്കേണ്ട ഡോറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡോർ അടയ്ക്കുക. അതിൽ എന്റെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ശബ്ദം കേൾക്കുമ്പോ ഒരു കുളിരല്ലേ. എല്ലാവർക്കും ദേഷ്യം വരുമ്പോ വോയിസ് റേസ് ചെയ്ത് പടാർന്ന് പറഞ്ഞിട്ടല്ലേ, എനിക്ക് അങ്ങനൊന്നും പറ്റൂല. എന്റെ ദേഷ്യം ഞാൻ എന്റെ സാധനങ്ങളിൽ അങ്ങ് തീർക്കും. വേറെ മുഖത്ത് നോക്കി അങ്ങനെ സംസാരമൊന്നുമില്ല. അങ്ങനത്തെ എനിക്ക് പറ്റൂല. പറ്റണം, രണ്ടു കൊടുക്കണ്ടേ? അങ്ങനെ
അപ്പൊ അങ്ങനെയാണല്ലേ. അവിടെ പതുക്കെ മറ്റേ മോട്ടിവേറ്റ് എനിക്കിപ്പോ ബാക്കിയുള്ളവരുടെ അടുത്താണെങ്കിൽ പോലും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു വിഷമോ പ്രശ്നമോ വന്നു കഴിഞ്ഞാൽ അതവിടെ അങ്ങ് തീർക്കും എന്ന് വെച്ചാൽ ഞാൻ ചിലത് ഒന്നുകിൽ സ്വന്തം കരയും. കുറെയൊക്കെ ഇക്കയുടെ കൂടെ ചേർന്നതിന് ശേഷം കിട്ടിയൊരു സ്വഭാവമാണ്. എല്ലാരും വിചാരിക്കും ഇക്കയെടുത്തു നിന്നാണോ ഇത് പഠിച്ചതെന്ന്. അങ്ങനല്ല, ഞാൻ ഇങ്ങനത്തെ ഒരു ഇതല്ല, പെട്ടെന്ന് ഒന്ന് പറഞ്ഞ രണ്ടിന് കരയുന്നൊക്കെ ഒരാളായിരുന്നു. പക്ഷെ കുറച്ചൊക്കെ ഒന്ന് തിരിച്ച് അങ്ങനെ വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ അറിയാണ്ടെങ്കിലും പറഞ്ഞു പോകണം, അല്ലെങ്കിൽ അവര് നമ്മളെ ഭയങ്കരമായിട്ട് ഇതാക്കും. അങ്ങനെ ഇക്കയെടുത്തു നിന്നാണ് കുറച്ചെങ്കിലും പഠിച്ചത്. അവസാനം ആശാന്റെ നെഞ്ചത്ത് തന്നെ കൊടുക്കും. പഠിച്ചു അവസാനം അല്ലല്ല, ഇക്ക പഠിപ്പിച്ചു അങ്ങനല്ല. ഇക്ക ഇപ്പം ഓരോ സിറ്റുവേഷൻ ഞാൻ വീട്ടിൽ വന്ന് പറയൂലോ, വേറെ ആരും എനിക്കില്ലല്ലോ പറയാൻ വേണ്ടിയിട്ട്. വീട്ടിൽ പറയുന്ന സമയത്ത് ഒരു ഫ്രണ്ട് അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാം ഇപ്പൊ ഇക്ക തന്നെ. ഒറ്റ മോളാണ് വീട്ടില്. അപ്പൊ അതുകൊണ്ട് ഇവക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര തൊട്ടാവാടിയ. എന്ത് പറഞ്ഞാലും വേറെ രീതിയിൽ ചിലപ്പോ എടുക്കുന്നുണ്ടോ, ഏത് രീതി എടുക്കണമെന്ന് അറിയില്ല. ഭയങ്കര ഈ കരച്ചിലും പെട്ടെന്ന് വരും, ഭയങ്കര ഫീലിങ്സും ഇങ്ങനെ ആയിട്ട് ഇമോഷണൽ ആവും. ഇപ്പം ഈ കടലിൽ ഇപ്പൊ നടുക്കടലിൽ വീണ് അവിടെ കിടക്കും, നമ്മള് പിന്നെ കയറൊക്കെ ഇട്ട് അങ്ങനെ ഓവർകം സ്ട്രഗിൾ ചെയ്ത് വരാൻ വെച്ചാൽ ഈ ഇക്ക സപ്പോർട്ട് ചെയ്തിട്ട് പല കാര്യങ്ങളിൽ നിന്നും എനിക്ക് റിക്കവർ ചെയ്ത് വരാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് ഇക്കയുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കൂല എന്റെ അടുത്ത് നിൽക്കുന്ന രീതി. എല്ലാരും നമ്മളെ ചിലപ്പം സഹിച്ചു എന്ന് വരത്തില്ല. അല്ല അത് ഓക്കെ ഇങ്ങനെ വൈകിട്ട് ശരിയാണ്, കറക്റ്റാണ്. ഒരു കാര്യം അല്ലല്ല, പ്രശ്നമൊന്നും വന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞില്ല. അപ്പൊ ഇക്ക തന്നെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഈ ഡോറിലും പാത്രത്തിലും ഒക്കെ തീർന്നത്. അല്ലല്ല, ഇക്കയല്ല. അവിടെയും ഞാനിപ്പോൾ എന്തെങ്കിലും പ്രശ്നം, ഇപ്പം കുഞ്ഞിൻ്റെ ആവട്ടെ, എന്തെങ്കിലും ഫാമിലിയുടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നമ്മളിങ്ങനെ നോർമലി ടോക്ക് വരുന്ന സമയത്ത് ഞാൻ സമ്മതിച്ചു കൊടുക്കൂല എന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ കയ്യിലാണ് തെറ്റെന്നുണ്ടെങ്കിലും വിട്ടുകൊടുക്കൂല. അത് കറക്റ്റ് അല്ലേ? കാര്യങ്ങള് ഇപ്പൊ എന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ചാലും അത് കറക്റ്റ് ആയിട്ട് ഞാൻ ചിലപ്പോ അല്ലേ അങ്ങനെ വെച്ചാൽ സമ്മതിച്ചു കൊടുക്കൂല വെച്ചാൽ അപ്പൊ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറയാമെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അത്രയും ദേഷ്യം വരുമ്പോ പാത്രം തീരും. കുഴപ്പമില്ല, 2 പാത്രം നമുക്ക് പുതുതായി വാങ്ങിക്കാവുന്ന ഹാംഫുൾ ഒന്നും അല്ല, പാത്രമല്ലേ, ജീവിയൊന്നും അല്ലല്ലോ. കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. ചെറിയ പാട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് പാട്ട് കഴിഞ്ഞിട്ട് ബാക്കി കഥ പറയാം. തുടങ്ങുന്ന ഒരു മുറി മാത്രം തുറക്കാതെ അതിലാണ് ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വെക്കാം ഞാൻ, അതിഗൂഢമെന്നൂടെ ആരാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ പുഷ്പത്തിൻ തൽപ്പമങ്ങ് ഞാൻ വിരിക്കാം. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഇത് നമ്മുടെ ദേശീയ ഗാനം കൂടിയാണ്.